ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടർമേറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ FC-യുടെ ടെയിൽ കട്ട് ചെയ്യാൻ പോകണേ. ചെറിയ രീതിയിൽ ടെയിൽ ടൈഡ് പോലെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടെയിൽ ടൈഡ് നമ്മൾ പ്രത്യേകിച്ച് ടൈഡ് യൂസ് ചെയ്യുന്നില്ല. ഈ FC-യുടെ തന്നെ ഈ ഒരു പാർട്ടിൽ തന്നെ നമ്മൾ ഈ നമ്പർ പ്ലേറ്റ്, ഈ ബ്രേക്ക് ലൈറ്റ് ഊരിയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വണ്ടി നമ്മുടെ ഗ്യാരേജിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ റേസാണ് കട്ട് ചെയ്യുന്നത്. റേസേ ഒരു അയർണ. അപ്പോൾ ആളുടെ RX 100 ഇവിടെ കിടക്കുന്നുണ്ട്, RX 135 ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് മുകളിൽ കൊടുക്കാം, ഐക്കണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലെ നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഊരിയിട്ടുണ്ട്. FC-ക്ക് ഓൾറെഡി ഇവിടെ വേറെ ഒരു കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ വരുന്നുണ്ടായിരുന്നു. അത് നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ 4 ബോൾട്ട് ഊരിയ റിമൂവ് ചെയ്തിടാം. അത് ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യണത് ഈ ബ്രേക്ക് ലൈറ്റ് ഇരിക്കണ ഈ ഒരു 2 സ്ക്രൂവിലാണ്, അല്ലെങ്കിൽ 2 ഹോളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക് ലൈറ്റ് നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ വേറെ കസ്റ്റമായിട്ട് ചെയ്യുന്നത് വേണം. അതിന് ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ഈ ഒരു ഫുൾ സെറ്റ് ഊരി എടുക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ബാക്കിലാണ് 2 സ്ക്രൂ വരുന്നത്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അത് ഇളകി പോകുന്നു. ഇനി നമ്മൾ അതിൻ്റെ വയർ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിടണം. ബ്ലൂ യെല്ലോ. ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ വയർ ഏത് കളർ തന്നെ? ബ്ലൂ യെല്ലോ. ഓക്കെ, ബ്ലൂവും യെല്ലോ വരുന്ന വയറാണ് ഇതിൽ ഡിസ്കണക്ട് ചെയ്തിടേണ്ടത്. പിന്നെ ബ്ലാക്ക് ഉണ്ടാവും, എർത്ത് വയർ. അതിൻ്റെ ഒരു എർത്തിൻ്റെ വയറും കൂടെ ഉണ്ടാവും, ബ്ലാക്ക്. അത് നമ്മളിവിടെ ഈ ഒരു പ്ലഗിൽ നിന്ന് വെടിയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് പോയി. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടൈഡ് വരുന്നത്. ഇത് ആക്ച്വലി ചെയ്തിട്ട് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നോക്കണം. ഞാൻ ജസ്റ്റ് ഫോട്ടോസിൽ തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഒരു ടെയിൽ ടൈഡ് യൂസ് ചെയ്യണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്യും. ഈ പീസ് കട്ട് ചെയ്ത് ഇവിടെ, പിന്നെ ഈ ഒരു ലെവലിൽ ഇവിടെയും കട്ട് ചെയ്യും. ഇത് നമ്മൾ കംപ്ലീറ്റ് കയറ്റി വെക്കുക ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യണ കാണിച്ചപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൈൻഡർ ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് കട്ട് ചെയ്തത്. അല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഇത് ആക്ഷൻ ബ്ലേഡ് യൂസ് ചെയ്യും കട്ട് ചെയ്യാം. കാരണം അത്ര വലിയ ഉറപ്പുള്ള കാര്യമൊന്നുമല്ല ഫൈബർ. നൈസായിട്ട് ഇത് ആക്ഷൻ ബ്ലേഡ് വെച്ചാണ് ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി സ്ക്രൂ ആണ് ചെയ്യുന്നത്. നമ്മൾ ബോൾട്ട് ഇടുന്നില്ല. നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ടാൽ നമ്മൾ വെച്ചുമ്പോൾ തട്ടിയിട്ട് പ്ലേറ്റ് കുറച്ച് തള്ളി ഇങ്ങനെ നിൽക്കും സെൻറ്റർ ഭാഗം. ഓക്കെ, അപ്പോൾ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രൂ ചെയ്ത് കയറ്റുന്നത്.
അപ്പോൾ ഗായ്സ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കറക്റ്റ് ഇപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ വന്നിട്ട് നമ്പർ പ്ലേറ്റ് കുറച്ച് അടിയിലായിരുന്നു. ഈ 2 പീസാണ് അപ്പോൾ അതിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ആ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ കുറച്ച് എക്സ്റ്റൻഷൻ പോലെ നിന്ന സാധനമാണ്. ബ്രേക്ക് ലൈറ്റ് അവിടെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസ് കട്ട് ചെയ്ത് കളഞ്ഞ് ജസ്റ്റ് ചെറിയ വർക്കുള്ളൂ. അതായത് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യം തന്നെ ഉള്ളൂ. എക്സ്ട്രാ ടെയിൽ ടൈഡ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വണ്ടി നമുക്ക് കുറച്ച് സ്പോർട്ടി ലുക്കാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തൊരു കാര്യമാണിത്. കാരണം നമുക്ക് ചിലവൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിലൊന്നാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി എല്ലാവിധ വർക്കുകളും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.